ബിഗ് ബോസ് സീസൺ 6 പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നലെ. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിലെ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല. ആര് എവിക്റ്റ് ആകും, ആർക്കാണ് ടിക്കറ്റ് ടു ഫിനാലേക്ക് എൻട്രി കിട്ടുക, ഇതൊക്കെ അറിയാനുള്ള വെയിറ്റിംഗ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അത്തരം എക്സൈറ്റ്മെന്റിനുള്ള സംഭവങ്ങളൊന്നും കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ചൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒന്നായിരുന്നു എവിക്ഷൻ. 9 പേരാണ് ഇത്തവണ എവിക്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്സര, ഋഷി, അൻസിബ, ജാസ്മിൻ, ജിൻഡോ, രസ്മിൻ, ശ്രീതു, അർജുൻ, അഭിഷേക്. ക്യാപ്റ്റൻ ആയത് കാരണം നന്ദന ഉണ്ടായിരുന്നില്ല. അതുപോലെ ഡയമണ്ട് കിട്ടിയതുകൊണ്ട് തന്നെ സായി സേവ് ആയിരുന്നു. നോറ നോമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. സിജോ ആണെങ്കിൽ എവിക്ഷൻ ഫ്രീ ആയിരുന്നു. അങ്ങനെ ടോട്ടൽ 9 പേരാണ് എവിക്ഷനിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ആസ് യൂഷ്വൽ ടെൻഷൻ അടുപ്പിച്ചിട്ട് തന്നെയാണ് ഇപ്രാവശ്യവും ഈ ഒരു എവിക്ഷൻ പ്രോസസ്സ് നടന്നത്. നോമിനേഷനുള്ളവരുടെ മുൻപിൽ ഒരു ടേബിൾ ഉണ്ടാവും. അതുപോലെ ഓപ്പോസിറ്റ് മറ്റൊരു ടേബിൾ ഉണ്ടായിരിക്കും. അതിൽ എലിമിനേഷനിലുള്ളവരുടെ പേരെഴുതിയ ചെറിയ ബോളുകൾ ഉണ്ടാകും. ഈ ബോൾ എടുത്ത് ആദ്യം പറഞ്ഞ ടേബിളിലെ ട്രേയിൽ കൊണ്ടുവയ്ക്കണം. ടോട്ടൽ 20 ബോൾ വെക്കാനുള്ള സ്പേസ് ഈ ട്രേയിൽ ഉണ്ടായിരിക്കും. ആരുടെയാണോ ഫില്ലാകാതെ, അതായത് ഈ ട്രേയിലെ ആരുടെയാണോ ഫില്ലാകാത്തത് അവർ ഔട്ടാകും, ഫില്ലായവർ ഇന്നാകും. ഇങ്ങനെയാണ് ഈ ഒരു എവിക്ഷൻ പ്രോസസ്സ് നടന്നത്. എനിക്ക് തോന്നുന്നു അപ്സരയ്ക്ക് ഒഴികെ ബാക്കി ആർക്കും പറയത്തക്ക ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള രീതിയിലാണ് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നത്. ജാസ്മിനൊക്കെ യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ ശ്രീതും അർജുനാണ് സേവ് ആവുന്നത്. സെക്കൻഡ് അഭിഷേക്, ജിൻഡോ. തേർഡ് ഋഷി, അപ്സര, അൻസിബ. ഇവരൊക്കെ ആദ്യം തന്നെ സേവ് ആയി പോകുന്നുണ്ട്. ലാസ്റ്റ് രസ്മിനും ജാസ്മിനാണ് വരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായിരുന്നു രസ്മിൻ പുറത്താവുന്നത്. കാരണം രസ്മിൻ എന്നല്ല, എപ്പിസോഡ് കണ്ട എല്ലാ മത്സരാർത്ഥികൾക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും രസ്മിൻ തന്നെയാണ് എവിക്റ്റ് ആവാതെ. ലാസ്റ്റ് രസ്മിൻ തന്നെയാണ് എവിക്റ്റ് ആയത്. കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ രസ്മിൻ ഔട്ട് ആവുന്നു ഒരാളും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ രസ്മിൻ ഗെയിം കളിച്ചിരുന്നു. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അപ്സര പുറത്താവുന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കുറെ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. എല്ലാവരും ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നത് അപ്സര പുറത്തു പോകുന്നതാണ്. അല്ലെങ്കിൽ അപ്സര അല്ലെങ്കിൽ ശ്രീതു, അർജുൻ, അതും അല്ലെങ്കിൽ ഋഷി, ഇവർ ആരെയിലൊക്കെ പോകുന്ന രീതിയിലാണ് പ്രേക്ഷകരുണ്ടായിരുന്നത്. വീടിനുള്ളിലാണെങ്കിലും ഇതേ രീതിയിലൊക്കെ തന്നെയാണ് ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. കാരണം അർജുനും ശ്രീതു ഒന്നും അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഋഷി ആണെങ്കിലും ആക്റ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒക്കെ പുറത്തു പോകുന്നതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നേരെ ഒരു ട്വിസ്റ്റ് ആണ് സംഭവിച്ചത്. രസ്മിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പകുതി ടൈമിൽ വെച്ചാണ് രസ്മിൻ ആക്റ്റീവ് ആവുന്നത്. അതുവരെ ഒതുങ്ങിക്കൂടിയിരുന്ന രസ്മിന്റെ എക്സ്ട്രാ പവറാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതായത് ടാസ്ക് ആക്റ്റീവായി കളിക്കുന്നു, എല്ലാത്തിലും രസ്മിന്റെ ഒരു ഓവറോൾ എന്താ പറയാ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് പനി വന്നിട്ട് 2 ദിവസം, അതായത് 2-3 ദിവസം രസ്മിൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതിന് ശേഷമാണ് രസ്മിൻ ടോട്ടലി ഡൗൺ ആകുന്നത്. കാരണം അത്രയും ദിവസം കണ്ട രസ്മിനെ ആയിരുന്നില്ല പിന്നീട് കണ്ടത്. ഈ തിരിച്ച് വന്നതിന് ശേഷം ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് രസ്മിൻ ആ വീടിനുള്ളിൽ നിന്നിരുന്നതും ഗെയിം കളിച്ചിരുന്നതും. പ്രത്യേകിച്ച് ജാസ്മിൻ, ഗബ്രി, അതുപോലെ ശ്രീതു, അർജുൻ, നോറ, ഇവരൊക്കെയായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഈ ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുത്തതുകൊണ്ട് തന്നെ അതുമായി ചുറ്റിപ്പറ്റിയ കാര്യങ്ങളിലാണ് രസ്മിൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അവിടെയാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത്. ആള് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ അവരുടെ പ്രശ്നങ്ങൾ തന്റെ പ്രശ്നമായി മാറിയെന്നൊക്കെ രസ്മിൻ പറയുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫൈനൽ വരെ എത്തേണ്ട ആളായിരുന്നു ഈ ഒരു രസ്മിൻ. അത്രയും നന്നായിട്ട് രസ്മിൻ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ നന്നായി ഗെയിം കളിച്ചിരുന്നു. സത്യത്തില് രസ്മിൻ എവിക്റ്റ് ആയപ്പോൾ ജാസ്മിൻ ആണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുക എന്നൊക്കെയാണ് കരുതിയിരുന്നത്. കാരണം ഗബ്രി പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ ജാസ്മിൻ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നത് രസ്മിനോടാണ്. പക്ഷെ അങ്ങനെ പറയത്തക്ക വിഷമം ഒന്നും ജാസ്മിൻ ഉണ്ടായിരുന്നില്ല. അർജുൻ, അതുപോലെ അപ്സര, ശ്രീതു, ഇവരൊക്കെ ആയിരുന്നു ഫുള്ള് കരച്ചിലായിരുന്നത്. ജാസ്മിൻ ആസ് യൂഷ്വൽ ഓക്കെ, കുഴപ്പമില്ല, ഔട്ടായി, പുറത്ത് വന്നിട്ട് കാണാം, ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. രസ്മിനും ആവശ്യത്തിന് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എവിക്ഷൻ നടന്നത്. എവിക്ഷൻ അവസാനിച്ചിട്ടില്ല. ഓൾറെഡി നോമിനേഷനിലുള്ളവർ തന്നെയാണ് അടുത്ത ആഴ്ചയിലും എലിമിനേഷനിൽ ഉണ്ടാവുക. സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് ഉണ്ടാവുക. അതിൽ ഇനി ആരൊക്കെയാണ് പുറത്തു പോകാന്നൊന്നും അറിയില്ല. അതുപോലെ കഴിഞ്ഞ വീക്കിലെ മെയിൻ സംഭവങ്ങളെ കുറിച്ച്, അതായത് ഫാമിലി വീക്ക്, അതുപോലെ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ടാസ്കുകളെ കുറിച്ചൊക്കെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫാമിലി വീക്ക്. ലാലേട്ടൻ കൃത്യമായി ഓരോ ഫാമിലിയും വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. അതായത് ശ്രീധുവിനോട് അമ്മ വരട്ടേനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അപ്സരയോട് ഹസ്ബൻഡിനെ കാണാതെ വിഷമിച്ചിരുന്ന സംഭവം, അതുപോലെ സിജോ, സായി ഇവരുടെ അച്ഛനോട് കുറെ കാലത്തിന് ശേഷം സംസാരിച്ചത്, ജാസ്മിന്റെ ഫാമിലി ലേറ്റായി എത്തിയത്, ഇതൊക്കെ ലാലേട്ടൻ ചോദിച്ചറിയുന്നുണ്ട്. മെയിനായി പറയുകയാണെങ്കിൽ ഫാമിലി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിരുന്നത്. മത്സരാർത്ഥികളാണെങ്കിൽ ആ ഫാമിലി വന്നപ്പോൾ എക്സ്പീരിയൻസ് അവർ സംസാരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ അൻസിബ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കാരണം അൻസിബ പറയുന്നുണ്ട്, മത്സരാർത്ഥികളോട് പുറമെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ സ്നേഹം ഉള്ളത് കൊണ്ടാണ് എല്ലാവരുടെയും ഫാമിലി വന്നപ്പോൾ നന്നായി ഇടപഴകിയത്.
ഇത് മനസ്സിലായത് ഫാമിലി വന്നതിന് ശേഷമാണ്. എല്ലാവരെയും ഫാമിലിയെ കണ്ടപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. ആള് ഫുൾ ഒരു ഇമോഷണൽ രീതിയിലാണ് സംസാരിച്ചത്. അതുപോലെ അഭിഷേക് ആണെങ്കിലും ഫാമിലി വന്നതും അമ്മയില്ലാത്തതും, അതായത് എല്ലാവരുടെയും അമ്മമാര് വന്നപ്പോൾ അഭിഷേകിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. സംഭവം എല്ലാം ചർച്ച ചെയ്തുവെങ്കിലും ജാസ്മിന്റെ ഫാമിലി വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ, അതായത് ഗബ്രിയുടെ മാല, ഫോട്ടോ, ഇതൊക്കെ കൊണ്ടുപോയത് ലാലേട്ടൻ ചോദിക്കുന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ ഭാഗത്തേക്ക് ആള് പോയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യാത്തതെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു സംഭവം അവിടെ സംസാരിച്ചിരുന്നില്ല. ഇനി ഇതിന്റെ ഇടയിൽ അച്ഛനമ്മമാര് വന്നതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ കാണിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും നല്ല ഫാമിലി വീക്ക് എന്നാണ് ലാലേട്ടൻ സീസൺ 6 ഫാമിലി വീക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളൊക്കെ നല്ല ഹാപ്പിയാണ്. ഇനി ടാസ്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ടും 3 ടാസ്കുകളാണ് നടന്നിരുന്നത്. പതപ്പിക്കൽ ടാസ്ക്, അതുപോലെ തലയണ മന്ത്രം, പാത്രം കഴുകല്, റാങ്കിങ്. ഇതിൽ തന്നെ പതപ്പിക്കൽ ടാസ്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതായത് ടാസ്കിനിടയിൽ ടീം തണല് ജയിച്ചത് സോപ്പ് പൊട്ടിപ്പോയിട്ടാണെന്ന് ഓൾറെഡി ടാസ്ക് നടക്കുന്ന ടൈമിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് സായും സിജു ഒന്നും ഇത് സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചപ്പോൾ കറക്റ്റ് സമ്മതിച്ചു കൊടുത്തു. കുറച്ച് പൊട്ടിപ്പോയിരുന്നു എന്നൊക്കെ സായി പറയുന്നുണ്ട്. സമ്മതിച്ചു കൊടുക്കാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും നേരം ലീഡ് ചെയ്തിരുന്ന നെസ്റ്റിനെ പുറകിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ടണൽ ടീം ജയിക്കുന്നത്. പെട്ടെന്ന് ജയിക്കാൻ സാധിക്കില്ല, സോപ്പാണ്, പതപ്പിച്ച് ജയിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംശയത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു ടാസ്ക് നടന്ന സ്പേസിന്, അതായത് ഈ ഒരു ബോക്സിനുള്ളിൽ വെള്ളം പോവാതെ കെട്ടിക്കിടന്നതും കാണുമ്പോൾ ഉറപ്പായിട്ടും സംശയം തോന്നും. ഒരു കാര്യം പറയാം, ജാസ്മിൻ മാത്രമാണ് ഇക്കാര്യം പറഞ്ഞിരുന്നുള്ളൂ. അതായത് ജാസ്മിന് മാത്രമാണ് ഈ ഒരു സംശയം തോന്നിയിരുന്നുള്ളൂ. അതുപോലെ തലയണ മന്ത്രം ടാസ്ക്, അതും നമുക്കറിയാം അത്ര നല്ല ജഡ്ജ്മെന്റ് ഒന്നും ആയിരുന്നില്ല ഈ തലയണ മന്ത്രം ടാസ്കിൽ നടന്നിരുന്നത്. പ്രത്യേകിച്ച് ജിൻഡോ, അതായത് ജിൻഡോ ഒരു ജഡ്ജായിരുന്നു. ടണൽ ടീമിന്റെ 9 തലയണ ഒറ്റയടിക്ക് റിജക്ട് ചെയ്യാനുണ്ടായത്. ഒരെണ്ണം നോക്കിയപ്പോൾ അതിൽ പഞ്ഞി കുറവാണെന്ന് പറഞ്ഞിട്ട് എല്ലാം റിജക്ട് ചെയ്തു. ബാക്കിയുള്ള 8 എണ്ണം ചെക്ക് ചെയ്യുന്നില്ല. അന്ന് തന്നെ അപ്സര സംഭവത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ലാലേട്ടനാണെങ്കിൽ കൃത്യമായിട്ട് അക്കാര്യം ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ ജിൻഡോയുടെ മറുപടിയാണ് അതിലും രസം. 9 തലയണ ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പാണ് അതിൽ കള്ളത്തരം ഉണ്ടായിട്ടുണ്ടെന്നാണ് ജിൻഡോ പറയുന്നത്. അതായത് ബാക്കി എല്ലാവരും 2-3 എണ്ണം ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു ടണൽ ടീം 9 തലയണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അതിലൊരു കള്ളത്തരം ഉണ്ടെന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. അതെന്തോ ആട്ടെ, ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ളത് നോക്കായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ടാസ്ക് ചർച്ചയിലേക്ക് വന്നില്ല. അതായത് റാങ്കിങ് ടാസ്ക് ആണ് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ലാലേട്ടൻ സംസാരിച്ചില്ല. ആകെ പറയാൻ മാത്രമായിട്ട് ഈ തലയണ ടാസ്കും അതുപോലെ പതപ്പിക്കലും മാത്രമാണ് സംസാര വിഷയമായത്. ഇനി പുതിയ ക്യാപ്റ്റനെ കുറിച്ച് പറയുമ്പോഴെങ്കിലും ഈ ഒരു റാങ്കിങ് ടാസ്ക് പറയുമെന്ന് കരുതിയെങ്കിലും അവിടെയും ഒന്നും സംഭവിക്കുന്നില്ല. ജസ്റ്റ് അഭിഷേകിനോട് പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തല്ലേ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഈ റാങ്കിങ് ടാസ്ക് അവിടെ വരുന്നില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഗ്രൂപ്പിനുള്ള ഒരു ട്രോഫിയാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ടീമും ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു. ഫാമിലി വീക്കും കുറച്ച് ടാസ്കും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു പെർഫോം ചെയ്യാൻ മാത്രമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ ചോദിച്ചു ആരാണ് നന്നായി പെർഫോം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പീപ്പിൾസ് റൂം പറയുന്നുണ്ട് ഞങ്ങളാണ് നന്നായി പെർഫോം ചെയ്തതെന്നൊക്കെ. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ. സത്യത്തിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലൊന്നുമല്ല ബെസ്റ്റ് പെർഫോമൻസിനുള്ള ഒരു സംഭവം. ലാസ്റ്റ് ട്രോഫി കിട്ടിയത് ടീം നെസ്റ്റിനാണ്. ഇത് അപ്സരയും സിജോയൊക്കെ ഇതിനെ നന്നായിട്ട് എതിർക്കുന്നുണ്ട്. അവരൊന്നും ചെയ്തിട്ടില്ല, വെറുതെയാണ് ട്രോഫി കൊടുക്കുന്നതൊക്കെ. ഉള്ളത് പറയാതെ ക്ലീനിങ് അവര് നീറ്റായിട്ട് ചെയ്തിരുന്നു. അതായത് ഈ ഒരു നെക്സ്റ്റ് ടീം ക്ലീനിങ് നന്നായി ചെയ്തിരുന്നു. ബാക്കിയുള്ള പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അങ്ങനെ പറയാൻ മാത്രമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഈ ഒരു ക്ലീനിങ് ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ട്രോഫി കൊടുത്തിട്ടുണ്ടാവുക. ഇതിന്റെ ഇടയിൽ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതായത് സിനിമാ പേര് ആക്ട് ചെയ്ത് കാണിക്കുക, അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു ഫൺ രീതിയിലുള്ള ടാസ്ക്, ആ ഒരു ചെറിയൊരു രീതിയിൽ അത് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിലെ മെയിൻ സംഭവങ്ങൾ. സാധാരണ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് 2 ദിവസമാണ്. ഇതിൽ തന്നെ ഒരു ഡേ, അതായത് ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഡേ മുഴുവൻ ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ബാക്കിയുള്ളത് ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എപ്പിസോഡിലെ എല്ലാ സംഭവങ്ങളും ചർച്ച ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ഒരു റാങ്കിങ് ടാസ്ക് ഒക്കെ എല്ലാം കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അറ്റ്ലീസ്റ്റ് റാങ്കിങ് ടാസ്ക് ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി എവിക്ഷൻ ആണെങ്കിലും 2 പേരൊക്കെ എവിക്റ്റ് ആകുമെന്ന് വിചാരിച്ചിരുന്നു. ഒരാൾ മാത്രമാണ് പോയത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത എവിക്ഷൻ വരും. ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ എലിമിനേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ നെക്സ്റ്റ് വീക്കിലും ഉണ്ട്. ആ സമയത്ത് 1, 2, 3 ആളുകൾ പോയേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. രശ്മി പോയതോടുകൂടി കുറേ പേർക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ ഔട്ടാകുമ്പോൾ ഇത്രയും ആൾക്കാർക്ക് വിഷമം ഉണ്ടാകുന്നത്. സാധാരണ 1-2 ആൾക്കാർ, അതായത് ഔട്ടാകുന്ന വ്യക്തിയായിട്ട് കണക്ട് ചെയ്ത 1-2 പേർക്ക് വിഷമം ഉണ്ടാവുന്നല്ലാതെ ഇത്രയും ആൾക്കാർക്ക് വിഷമം വരുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ 26 ദിവസം കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ വരാൻ പോവാണ്. ടാസ്കുകൾ ടഫാവും, കൂടുതൽ പേര് എവിക്റ്റ് ആവും. എന്തൊക്കെയാണ് ഇനി സംഭവിക്കുക എന്നറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് നിങ്ങളെ പോലെ ഞാനും ഉള്ളത്.